ഇന്ന് ഞാൻ ഏത് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകണമെന്നറിയാമോ? പണ്ട് കാലത്ത് നമ്മുടെ അമ്മയും അമ്മൂമ്മയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നിട്ടുള്ള കരിക്ക് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് വീട്ടിൽ നാളികേരം വെട്ടുന്ന സമയത്തൊക്കെ ഇഷ്ടംമാതിരി കരിക്കും പച്ചത്തേങ്ങയൊക്കെ കിട്ടുമായിരുന്നു. കരിക്ക് ചേർത്ത് അരച്ച ദോശ നമ്മൾ ഇഷ്ടംമാതിരി നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക 8 മണിക്കൂർ. ബ്രേക്ക്ഫാസ്റ്റിനായിരിക്കുമല്ലോ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം രാത്രിയിൽ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. അടുത്തതായിട്ട് ഞാൻ ഒരു ഇളം തേങ്ങ വെക്കുന്നുണ്ട്. കരിക്കോ ഇളം തേങ്ങയോ ഏതെങ്കിലും എടുക്കുക കേട്ടോ. ഇളം തേങ്ങ കിട്ടിയപ്പോഴാണ് എനിക്കിത് ഈ ഒരു ടൈപ്പ് ദോശ ഉണ്ടാക്കാനൊരു ആഗ്രഹം തോന്നിയത്. ഇനി ഇതൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. പൊട്ടിച്ചെടുത്തതിന് ശേഷം തേങ്ങ തിരുമ്മി എടുക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഇതുമാതിരി ഒന്ന് അടർത്തിയെടുക്കുകയോ ചെയ്യട്ടോ ചിരട്ടേന്ന്. തേങ്ങ നല്ല മാതിരി ഇളക്കിയെടുത്തു. ഇനി അതിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രം എടുക്കാം. ഹാഫ് പോർഷൻ എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ഇടാം കേട്ടോ. കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലതുമാതിരി ഒന്ന് അരച്ചെടുക്കാം വെള്ളം ചേർത്തിട്ട്. 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അരി നല്ലതുമാതിരി കുതിർന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങയും കൂടി റെഡി ആയല്ലോ, അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി കുതിർത്ത് വെച്ച അരിയും ഈ അരച്ച് വെച്ച തേങ്ങയും കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വേഗം ഒന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. നല്ല മാതിരി അരച്ചെടുത്തു. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണേ. ഇതിന് ഫെർമെൻറ്റേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നല്ല മാതിരി മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇത് പുളിക്കാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലത്തെ ഒരു വെറൈറ്റി ദോശയാണിത്. കൺസിസ്റ്റൻസി ഇതുമാതിരി ഇരുന്നോട്ടെ. ദോശക്കല്ല് ചൂടാക്കാൻ വെച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. മാവ് കോരി വെച്ച് ഇനി ദോശ ഉണ്ടാക്കാം. ഇനി 5-6 തുള്ളി കുക്കിംഗ് ഓയിലോ ഘീയോ അതിന് മേളിലേക്കൊന്ന് തൂവി കൊടുത്തോളൂ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇത് ഇഷ്ടംമാതിരി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള അല്ലേ. നമ്മുടെ മക്കൾക്ക് ഇതുമാതിരി ഇപ്പം ഉണ്ടാക്കി കൊടുത്ത് അവർക്ക് ഇതൊക്കെ ഇതിൻ്റെ രുചിയൊക്കെ മനസ്സിലാക്കിക്കണം കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ ടേസ്റ്റി ദോശ റെഡി ആയിട്ടുണ്ട്. പണ്ട് കാലത്തുള്ള ഇതുമാതിരി ഉള്ള റെസിപ്പികളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഉണ്ടാക്കി കഴിക്കണം, നല്ലതാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.